ഉണ്ടാക്കാം. ഞാൻ ഡേറ്റ്സ് കൊണ്ട് ഒരു പിക്കിൾ ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ആദ്യം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരണം. പാനൊന്ന് ചൂടായി വരുമ്പോൾ നല്ലെണ്ണയിലാണ് ഞാനിവിടെ പിക്കിൾ ഉണ്ടാക്കുന്നത്. നമുക്ക് നല്ലെണ്ണയിലോ വെജിറ്റബിൾ ഓയിലിലോ ഒക്കെ പിക്കിൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ കടുകെണ്ണയിലൊക്കെ പിക്കിൾ ഉണ്ടാക്കുന്നതാണ് നല്ലത്. കാരണം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിക്കിൾ പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയിലാണ് പിക്കിൾ ചെയ്യുന്നത്. ഇപ്പം നല്ലെണ്ണയാണ് അല്ലെങ്കിൽ കടുകെണ്ണയാണ് പിക്കിൾ ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച ശേഷം കുറച്ച് നല്ലെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം പിക്കിളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ അധികം വേണം. എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എണ്ണ ഒരുപാട് ഉപയോഗിക്കാതെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് തന്നെ നമുക്ക് പിക്കിൾ ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഹെൽത്ത് നോക്കിയിട്ട് അതനുസരിച്ച് എണ്ണയും ഉപ്പും ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊക്കെ കുറേശ്ശെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ അത് കുറച്ച് നാളിരിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ 1 കപ്പ് ഡേറ്റ്സാണ് എടുത്തേക്കുന്നത്. ആ 1 കപ്പ് ഡേറ്റ്സിനുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഡേറ്റ്സ് കുരു കളഞ്ഞ് രണ്ടായിട്ട് ഇതുപോലെ രണ്ടായിട്ട് കീറി വച്ചേക്കുവാണ്, കുരുവൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ 1 കപ്പ് ഞാൻ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 1 കപ്പ് ഡേറ്റ്സിനുള്ള അളവാണ് ഞാനിപ്പോൾ എല്ലാം കാണിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പില ഇട്ട ശേഷം കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഇത്രയും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് പച്ചമുളക് 2ആയി കീറി വെച്ചേക്കുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഈ എണ്ണയിൽ ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തീ അങ്ങ് ലോയിലാക്കണം. അതിനുശേഷം വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം പൊടികൾ മൂപ്പിച്ചെടുക്കാൻ. ഞാൻ പൊടികൾ ചേർക്കുവാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിന് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, മൂപ്പിച്ചെടുക്കണം. ഈ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഈ പൊടികളെല്ലാം ഇതുപോലെ മൂപ്പിച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ തീ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പൊടികൾ മൂക്കത്തുമില്ല, അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോവില്ല, നന്നായിട്ട് മൂത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഇരുമ്പ് പാനിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ആ ചൂടിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർക്കുവാണ്. അപ്പോൾ ഇത് ഞാൻ പൊടിച്ച് വെച്ചേക്കുന്ന ശർക്കരയാണ്. അപ്പോൾ ആ ശർക്കരയും കൂടെ ആ എണ്ണയിലൊന്ന് അലിയിച്ചെടുക്കണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും തീ ലോയിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കാം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഡേറ്റ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി വെള്ളം ചേർത്ത് ആ ഡേറ്റ്സ്
ഡേറ്റ്സ് ഒന്ന് വേകാൻ ആവശ്യമായ വെള്ളമാണ് ചേർത്തത്. കാരണം ഡേറ്റ്സ് വെന്ത് വരും തോറും അത് വെള്ളം അബ്സർവ് ചെയ്യും. അപ്പം വെള്ളം കുറഞ്ഞു വരും. അപ്പം കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ ഡേറ്റ്സ്. ഇപ്പോൾ അടച്ചു വെച്ചൊന്നും വേവിക്കണ്ട, അതുപോലെ തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പിക്കിൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് എടുക്കേണ്ടത്. കാരണം ചെറിയ ഒരു കുഴഞ്ഞ ഒരു പരുവത്തിൽ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത് കുറച്ചുകൂടെ ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവും. കാരണം ഡേറ്റ്സ് കുറച്ചുകൂടെ വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ ഇനിയും കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും കട്ടിയാവരുത്. കട്ടിയായി കഴിഞ്ഞാൽ പിക്കിൾ അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കുഴഞ്ഞ പരുവത്തിൽ നമുക്ക് ഇത് തീയങ്ങ് ഓഫ് ചെയ്യാം. അവസാനമായിട്ട് ഇനി അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വിനീഗർ കൂടെ ഒഴിക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ച ശേഷം നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് പിക്കിൾ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനി ഈ ചൂടിലിരുന്ന് കുറച്ചുകൂടെ ഇതൊന്ന് കട്ടിയാവും. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ്സ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബിരിയാണിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലൊരു പിക്കിളാണ്. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിനി ചൂടാറിയ ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിച്ച് ഒരുപാട് നാൾ വെളിയിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാം. തണുപ്പുള്ള സ്ഥലത്തിൽ മാത്രം. അല്ല ചൂടുള്ള പ്രദേശമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരുപാട് നാൾ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.